കോട്ടയം ഈരാറ്റുപേട്ടയിൽ എന്ത് നടന്നാലും മുസ്ലിം തീവ്രവാദ ചാപ്പ കുത്തുന്നത് ഈയിടെ വ്യാപകമായിട്ടുണ്ട്. ഇതിനു പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന് സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താനാവില്ല. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പൂഞ്ഞാർ സെന്റ് മേരീസ് ഫെറോന പള്ളി ഗ്രൗണ്ടിൽ നടന്ന സംഭവം. ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളുടെ ഫെയർവെൽ ആഘോഷത്തിന്റെ ഭാഗമായുള്ള ആഘോഷത്തിനിടെ പള്ളി അസിസ്റ്റന്റ് വികാരിക്ക് ബൈക്ക് തട്ടി കണ്ണട പൊട്ടിയതിന് വർഗീയ ധ്രുവീകരണത്തിനുള്ള സുവർണാവസരമായി ചിലർ കാണുകയായിരുന്നു. നിരന്തരം വിദ്വേഷ പരാമർശങ്ങളിലൂടെ കേരള പരിസരത്തെ മലിനമാക്കുന്ന PC ജോർജും കാസ എന്ന സംഘടനയുമാണ് രംഗം വഷളാക്കിയത്. കുട്ടികളുടെ അതിരുവിട്ട ആഘോഷത്തെ ശാസിക്കുന്നതിനു പകരം പള്ളിയിലെ കൂട്ടമണിയടിച്ച് വിശ്വാസികളെ പരിഭ്രാന്തരാക്കി റോഡ് ഉപരോധിച്ചും മറ്റും രംഗം വഷളാക്കുകയായിരുന്നു. പോലീസും അധികാരികളുമാവട്ടെ കുട്ടികളെന്നോ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു കാത്തുനിൽക്കുന്നവരെന്നോ നോക്കാതെ രാത്രിയിൽ വീടുകളിലെത്തി കുട്ടികളെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. മാത്രമല്ല, നിസ്സാര പരിക്കേറ്റ സംഭവത്തിൽ 27 വിദ്യാർത്ഥികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഏതൊരു നിസ്സാര സംഭവത്തെയും വർഗീയവൽക്കരിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാരത്തിന്റെയും അതിന് ഓശാന പാടുന്ന കാസ പോലുള്ള സംഘടനകളുമാണ് പ്രശ്നത്തെ ഇത്രമേൽ വഷളാക്കിയതെന്ന് നാട്ടുകാർ ഒന്നടങ്കം വിശ്വസിക്കുന്നു. ഒടുവിൽ 2 ദിവസങ്ങളിലായി 27 വിദ്യാർത്ഥികൾക്കും കോടതി ജാമ്യം നൽകിയെങ്കിലും ഈരാറ്റുപേട്ടയിലും പൂഞ്ഞാറിലും എന്നുവേണ്ട കേരളത്തിലാകെ തന്നെ ഇസ്ലാമോഫോബിയ വളർത്തുന്ന വിധത്തിൽ ഒരു നിസ്സാര സംഭവത്തെ വർഗീയവൽക്കരിച്ചവർക്കെതിരെ യാതൊരു നടപടിക്കും അധികൃതർ തയ്യാറായില്ല എന്നതും ഖേദകരമാണ്. പൂഞ്ഞാർ സെന്റ് തോമസ് ഫെറോന പള്ളി ഗ്രൗണ്ടിലും മറ്റുമായി എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർ തന്നെ പറയുന്നു. തെക്കൻ തിരുവിതാംകൂറിലെ പൊന്നാനി എന്നറിയപ്പെടുന്ന ഈരാറ്റുപേട്ട ലോകമാകെ ഒരു തീവ്രവാദ കേന്ദ്രമായി മാറിയോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് ചില ആളുകൾ ബോധപൂർവം നടത്തിക്കുന്നത്. ഈ സംഭവത്തിന് ആസ്പദമായ കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇവിടെ വളരെ ബോധപൂർവം മതസൗഹാർദ്ദം തകർക്കുന്നതിനായി നിങ്ങൾക്കറിയാം, പൂഞ്ഞാറ് ഈരാറ്റുപേട്ട നെഞ്ചോട് ചേർത്ത 35 വർഷക്കാലം സ്വന്തമായി കരുതിയ PC ജോർജ് അദ്ദേഹത്തിൻ്റെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ അങ്ങേറ്റ വിഷം തുപ്പുന്ന കാസായെ പോലെ, ഗോൾഡ്നസ് TV പോലെ, അതുപോലെ ഷെക്കിന TV പോലെ ഉള്ള ആളുകളെ, ആ ചാനലുകളെ പിൻപറ്റി, പ്രാദേശിക ചാനലുകളെ പിൻപറ്റിക്കൊണ്ട് നടത്തുന്ന ഈ വെല്ലുവിളി തീർച്ചയായും ഈ സമൂഹത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടായി. ഇന്നിപ്പോൾ കരുവഞ്ചാല് കണ്ണൂർ ജില്ലയിൽ നിന്നും എൻ്റെ കുറേ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു ചോദിച്ചു എന്താണ് ഇവിടെ. ഞാൻ പറഞ്ഞത് എന്താണ് അവിടെ. അപ്പോൾ അവർ പറഞ്ഞു, തലശ്ശേരി രൂപത കണ്ണൂർ ഏരിയയിലെ മുഴുവൻ ക്രൈസ്തവ പള്ളികളിലും കുർബാനയ്ക്ക് ശേഷം ശ്രീവാപാത ഉൾപ്പെടെയുള്ള വൻ പ്രതിഷേധ സമരങ്ങൾ ആഹ്വാനം ചെയ്യണം പൂഞ്ഞാർ പള്ളി ആക്രമണവുമായി ബന്ധപ്പെട്ട് എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയും. ഇന്ന് കേരള സംസ്ഥാനത്തൊട്ടാകെ ക്രൈസ്തവ മേഖലയിൽ സ്വാധീനം ചെലുത്താവുന്ന മേഖലകളിലൊക്കെ മതമേലധ്യക്ഷന്മാർ, ഏറ്റവും സംപൂജ്യരായ മതവികൃതരായ മതമേലധ്യക്ഷന്മാരാണ് ഈ വെറും കളവിനെ സത്യമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പള്ളി ആക്രമിച്ചു, പുരോഹിതനെ ആക്രമിച്ചു എന്നുള്ള ഒരു ക്യാമ്പയിനുമായി രംഗത്ത് വന്നു. സത്യം പറഞ്ഞാൽ തദ്ദേശീയരെന്ന രീതിയിൽ ഈ വിഷയം ധാരാളമായി വിവിധ ചാനലുകളൊക്കെ വെളിവായി വന്നിട്ടുള്ളത്. തീർത്തും നിസ്സാരം 17 18 വയസ്സുള്ള ഗവൺമെൻറ് ഹൈസ്കൂളിലെ കുട്ടികൾ വർഷാന്ത പരീക്ഷ വർഷാന്ത ക്ലാസ് അവസാനത്തോടനുബന്ധിച്ച് ആഘോഷം, ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ റീൽസ് എടുപ്പും മറ്റു കാര്യങ്ങൾക്കുമായി പൂഞ്ഞാറിലും പരിസര പ്രദേശത്തുമുള്ള സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് നാനാജാതി മത്സരായ കുട്ടികളോടൊപ്പം ഈരാറ്റുപേട്ടയിൽ വെള്ളിയാഴ്ച ജുമയ്ക്കേണ്ടി വരുന്ന വഴി ഇവിടെ 4 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തുള്ള പൂഞ്ഞാർ സെൻറ് ആന്റണി സ്കൂളിലേക്ക് ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ടിക്ടോം എന്ന കുട്ടികൾ എന്തോ ലഡു എന്ന ഇരട്ടപ്പേര് വിളിക്കുന്ന ഒരു കുട്ടിയും വേറെ എബിൻ എന്നും പറഞ്ഞ കുട്ടിയുമാണ് സത്യം പറഞ്ഞാൽ
6 കാറുകളും 3 ബൈക്കുകളുമുള്ള ഇവരുടെ സംഘത്തെ പള്ളിയിൽ നിന്ന് വളരെ അകലെയുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലോട്ട് ആനയിച്ചു. തുറന്നു കിടക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിൽ അങ്ങനെ ആലോചിച്ച് കുട്ടികളുടെ ചാപലത്തിൽ ബൈക്ക് സ്റ്റണ്ട് നടത്തി. അപ്പോൾ അവിടെ ബർമുഡ ഇട്ട ടീഷർട്ട് ഇട്ട കയ്യിൽ ഈ ഗാർഡൻ കത്തി പിടിച്ച ഒരാൾ അവിടെ നിന്നിട്ട് ഇവിടുന്ന് വെളിയിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഈ കുട്ടികൾ അച്ഛൻ, ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ഔദ്യോഗിക വേഷത്തിലല്ലായിരുന്നു കൊണ്ട് ബംഗാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്പം നിഷേധ സ്വഭാവം ആ മനുഷ്യനോട് കാട്ടുകയും തൽഫലമായി കിഴക്കേ ഗേറ്റ് ഒരു അൽമായൻ, ഒരു വിശ്വാസി അടയ്ക്കുകയും പടിഞ്ഞാറേ ഗേറ്റ് അടയ്ക്കാൻ ഒരുമ്പിടുമ്പോൾ ഈ കാറുകളെല്ലാം പെട്ടെന്ന് വെളിയിലോട്ട് ഇവർ കാറുകൾ നിരത്തിയിട്ട് റീൽസ് എടുക്കുന്ന ആ രംഗമായിരുന്നു ഉണ്ടായത്. ഈ കാറുകൾ പെട്ടെന്ന് വെളിയിലേക്ക് ഓടിച്ചു പോയി. 3 ബൈക്കിൽ 1 ബൈക്ക് പാസ്സായിപ്പോയി. 2ാം ബൈക്ക് പാസ്സാകുമ്പോൾ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് വികാരി പകുതി ഗേറ്റ് അടച്ചു, അവനും ചാടിപ്പോയി. 3ാമത്തെ ഈ കുട്ടിയുടെ ബൈക്കിൻ്റെ ഹാൻഡിലും ചില്ലുൾപ്പെടെ ഫാദറിൻ്റെ കയ്യിൽ തട്ടി. ഫാദർ, ബഹുമാനപ്പെട്ട അച്ഛൻ, അത് 12:40 സമയം. അച്ഛൻ പള്ളിമുറിയിൽ പോയി വിസ്മരിച്ചു. അപ്പോൾ ആ സംഭവത്തെയാണ് വല്ലാത്ത രീതിയിൽ വക്രീകരിച്ചത്. ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ വാഗമണ്ണ് പള്ളിയിൽ കുർബാനയ്ക്ക് പോയിരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണെങ്കിലും 12:30 ആരാധന ഉണ്ടായിരുന്നില്ല. അവിടുത്തെ വിശ്വാസികൾ നമ്മളോട് ബോധപൂർവ്വം പറഞ്ഞു. അതുപോലെ കൊച്ചച്ഛൻ ഗ്രൗണ്ടിലുമായിരുന്നു. അപ്പം വികാരി അച്ഛനും കൊച്ചച്ഛനും ഗ്രൗണ്ടിലും വാഗമണ്ണിലും ഉള്ളപ്പോൾ ആരാധന എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം അവിടെ നടന്നിട്ടില്ല. അതിനുശേഷം PC ജോർജ്, ഷോൺ ജോർജ് മറിഞ്ഞ് പ്രശ്നം വഷളാക്കിയത് 5 മണിക്കാണ്. 5:30 മണിക്ക് കൂട്ടമണി അടിക്കുന്നു. 12:40 സംഭവിച്ച സമയത്തിന് 5:30 മണി കൂട്ടമണി അടിക്കുകയാണ്. മണിപ്പൂർ പോലെയുള്ള വലിയ സംഭവം നടന്നിട്ടും ഇല്ലാത്ത കൂട്ടമണി അവിടെ അടിച്ചു. BJPയുടെ നേതാക്കൾ ആകെ എത്തിച്ചു. അതിനുശേഷം MP വന്നു, MLA വന്നു, അച്ഛന്മാർ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവരെല്ലാം ഒന്നടങ്കം ആവശ്യപ്പെട്ടു. ഇങ്ങനെ എന്തായാലും 5 മണിക്ക് കൊച്ചച്ഛനെ തൊട്ടടുത്തുള്ള പൂഞ്ഞാറ് PHCയിൽ കൊണ്ടുപോയി. ഡോക്ടർ പ്രാഥമിക പരിശോധന നടത്തി യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അച്ഛനെ പള്ളിയിലേക്ക് കടത്തിവിടുകയാണ്. അതിനുശേഷം പാല മാർസിയിലെ ഹോസ്പിറ്റൽ, രൂപത ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് MP MLAയും ബിഷപ്പ് ഉൾപ്പെടെ അവിടെ അന്വേഷിച്ച് സംഗതി വഷളാക്കിയിട്ടുണ്ടായി. ഇതാണ് ഇതിൻ്റെ വലിയ പ്രശ്നം. അപ്പോൾ അപക്വമായ ഈരാറ്റുപേട്ടയിലെ നഗരസഭ ഇല്ലെങ്കിൽ ചില മഹല്ല് നേതൃത്വം മതസൗഹാർദ്ദം എന്തോ ഉദ്ദേശിച്ചോ എന്ത് നടപടി വേണമെങ്കിൽ എടുക്കാൻ സമ്മതമാണ് എന്ന് അവർ സൂചിപ്പിച്ചതിൻ്റെ ഫലമായി 307 10 വർഷം ശിക്ഷ കിട്ടാവുന്ന, പിഴ കിട്ടാവുന്ന FIR ഇട്ട്, രാത്രി തന്നെ FIR ഇട്ട് പ്രായപൂർത്തിയാകാത്ത 10 കുട്ടികളും 18 വയസ്സും 3 മാസം വരെയായ 17 കുട്ടികളെയും കോട്ടയത്ത് പ്രായപൂർത്തിയായ കുട്ടികളെ കാക്കനാട്ടെ ജയിലിലെ തനി ക്രിമിനൽ സ്വഭാവത്തോടു കൂടിയുള്ള ആളുകളോടുകൂടി പാർപ്പിക്കുകയും ചെയ്ത ഒരു വിഷയമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറിയ ചെറിയ പ്രതിഷേധങ്ങൾ നാട്ടിൽ ഉയർന്ന സോഷ്യൽ മീഡിയയിലും അതുപോലെ ചില ആളുകളെല്ലാം ഇടപെട്ടതിൻ്റെ ഫലമായി പിന്നീട് MLAയ്ക്കും MP-ക്കും ഒക്കെ കാര്യം മനസ്സിലായെങ്കിലും 307 കേസ് ഇട്ടതുകൊണ്ട് അവർക്ക് ജാമ്യം കിട്ടാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഫുൾ A+ കിട്ടിയ 15ഓളം കുട്ടികൾ അതിനകത്ത്. ഈ കുട്ടികളെ സംബന്ധിച്ച് യാതൊരുവിധ മോശമായ ട്രാക്കില്ല, അവർ തീവ്രവാദികളല്ല. അപ്പം തീർത്തും ഒരു സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന കേസാണ്. കൊലക്കേസ് ഉദ്യമവും 324 ഒക്കെ അതിക്രമിച്ച് കിടക്കൽ, സംഘം ചേർന്ന് ആക്രമിക്കൽ എന്നൊക്കെ പറഞ്ഞു. വാസ്തവം പറഞ്ഞാൽ പോലീസ് ഇവിടെ ഭരണകക്ഷിയായ CPM ഉൾപ്പെടെയുള്ള ആളുകൾ, MLA ഉൾപ്പെടെയുള്ള ആളുകൾ, MP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ക്രൈസ്തവ പ്രകടനം വെച്ചുകൊണ്ട് നല്ലവണ്ണം ആ ഭാഗത്ത് ചേർന്ന് നിന്നുകൊണ്ടതിൻ്റെ ഫലമായാണ് ഈ ദുര്യോഗം ഇന്ന് ഇവിടെ ഉണ്ടായിട്ടുള്ളത്.
എന്തായാലും അത് നാടാകെ അമർഷമായി. എം പിക്കും എം എൽ എക്കുമെതിരെ അതിശക്തമായ വിമർശനം നാട്ടിലാകെ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇത് ദീപിക പോലെ, മനോരമ പോലെ, മംഗളം പോലുള്ള പത്രങ്ങളാകെ വലിയ നുണക്കോട്ടകൾ കെട്ടി മുന്നോട്ട് വരികയാണ്. ഒരുപാട് ചാനലുകൾ, പ്രാദേശിക ചാനലുകളെല്ലാം ഈ പാവപ്പെട്ട കുട്ടികളുടെ അമ്മമാരുടെ നെഞ്ചെടുപ്പ് കേൾക്കാൻ ആരുമില്ലാത്ത സാഹചര്യം. ആ കുഞ്ഞുങ്ങളെല്ലാം പേടിച്ച് വിറച്ച് ഭയഭീഷണരായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത്. ഇപ്പോൾ വളരെ ബോധപൂർവമായ പരിശ്രമം ഈ സമൂഹത്തെ, ഈ സമുദായത്തെ, ഈ നാടിനെ അവമതിപ്പിക്കുവാൻ PC ജോർജിൻ്റെ അയാൾ ഇനി എങ്ങാനും പാർലമെൻറ്റിൽ സീറ്റ് കിട്ടുന്നില്ലെന്നാണ് അറിവ്. പത്തനംതിട്ട നിയമമണ്ഡലത്തിൽ അൽ ആൻ്റണിയാണെന്ന് ഇപ്പോൾ കേൾക്കുന്നു. കിട്ടിക്കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട സമുദായത്തെ അരിവൽക്കരിച്ചുകൊണ്ട് രാജ്യം കുട്ടിച്ചാറാക്കാൻ, വടക്കാക്കി തനിക്കാക്കാൻ, ഇവിടെ വർഗീയ വിഷം വിളമ്പി ചോരപ്പുഴയൊഴുക്കാനുള്ള വൃദ്ധാശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പടിപടിയായി ജനങ്ങളാകെ, ഈ നാടും അതുപോലെ പരിസര ജനങ്ങളുമാകെ വീക്ഷിച്ചു വരിക. ഇന്ന് കോട്ടയത്ത് ഒരു രോമക്കുത്തിൻ്റെ ഒരു പരിക്ക് ഈ കൊച്ചച്ഛന് ഇല്ല എന്നുള്ളതാണ് സത്യം. അതിനെയാണ് ഇവർക്ക് സ്വാധീനമുള്ള സ്ലീവ ഹോസ്പിറ്റലിൽ പോയി ഷോൾഡർ കോളർ വിട്ട് പരിക്ക് പറ്റിയെന്നൊക്കെ പറയും. പക്ഷേ ഇന്ന് ആ കളവ് പൊളിഞ്ഞിരിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ കോട്ടയം കളക്ടറേറ്റിൽ വെച്ച് പരിക്കൊന്നുമില്ല എന്ന് സംബന്ധിച്ചു. അച്ഛൻ അവിടെ പറഞ്ഞത് എന്താണ്? അവിടെ വിദ്യാർത്ഥികളാണെന്ന് അറിഞ്ഞില്ല, സാമൂഹ്യ വിരുദ്ധർ അക്രമികളാണെന്ന് അറിഞ്ഞതാണ്, കൂട്ടമണി അടിച്ചത് ഞങ്ങൾ അറിഞ്ഞില്ല, 307 മാറ്റുന്നതിന് ഞങ്ങൾക്ക് സമ്മതമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറ്റസമ്മതവും ഒക്കെ ആണ്. അതുപോലെ തന്നെ MP MLA ക്രൈസ്തവ, വാസ്തവം പറഞ്ഞാൽ ഇവരെല്ലാം ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും ഇവരുടെ സഭകൾ ഇവരുടെ ആത്മീയ നേതൃത്വമായ സഭയാണ്. ഇവരുടെ നേതൃത്വത്തിലുള്ള ഇവരുടെ രീതിക്കനുസരിച്ചാണ് ഇവർ പോകുന്നത്. തീർച്ചയായും ശക്തമായ പ്രതിഷേധം ഈ നാടിനാകെയുണ്ട്. അതാണ് ഇതേ സംബന്ധിച്ച് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ശക്തമായ ഒരു ജാഗ്രതാ സമിതി ഈരാറ്റുപേട്ടയിൽ രൂപം കൊണ്ടിട്ടുണ്ട്. ഇനിയും ഈ സമൂഹത്തെ, തെക്കൻ തിരുവിതാംകൂറിലെ പൊന്നാനി എന്ന് പറയുമ്പോൾ ഏഷ്യയിലേക്കും വെച്ച് ഏറ്റവും ജനസാന്ദ്രത കൂടിയ, മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, 98% മുസ്ലിമുള്ള, മതസൗഹാർദ്ദത്തിന് അങ്ങേയറ്റം പേരുകെട്ട നാടാണ് ഈരാറ്റുപേട്ട. ഇവിടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ, നന്മക്കൂട്ടവും ടീം എമർജൻസി, എവിടെ അപകടങ്ങൾ വന്നാലും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും ജാതി ഭേദമന്യേ നമ്മൾ സഹകരിക്കുന്നു. മറ്റൊരു കാര്യം, ഇവിടെ PC ജോർജിൻ്റെ ഒരു സഹോദരൻ ഔസേപ്പച്ചൻ എന്നുള്ളൊരു വ്യക്തി, മൊഹീദ്ദീൻ പള്ളി, 10,000 അംഗങ്ങളുള്ള ഈരാറ്റുപേട്ടയിലെ പരിപാലനമായ മൊഹീദ്ദീൻ പള്ളിയുടെ ഹൗദിലെ വെള്ളം തുറന്നുവിട്ട് അതിലെ അലങ്കാര മത്സ്യങ്ങളെ കൊണ്ടുപോയി അവിടെ നിന്ന് മദ്യവും കഴിച്ച് കോലം കെട്ടിയ ഒരു സംഭവം ഉണ്ടായിട്ടും അവരെ എല്ലാം മാപ്പ് പറഞ്ഞു വിട്ട പാരമ്പര്യമാണ് ഈരാറ്റുപേട്ട മുസ്ലിങ്ങൾക്ക്. 3 വർഷം മുമ്പാണ് അവിടെ പൂഞ്ഞാർ ഭാഗത്തു നിന്നുള്ള പനച്ചപ്പാറത്തു നിന്നുള്ള 1-2 വ്യക്തികൾ ബൈക്കിൽ വന്ന് പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് പന്നിയിറച്ചി വലിച്ചെറിഞ്ഞത്. കത്തി തീരുമായിരുന്ന പ്രശ്നങ്ങളെ സമയത്തതോടുകൂടി അപ്പോഴപ്പോൾ നേരിട്ടുകൊണ്ട് ഓരോ ഇഫ്താർ പാർട്ടിക്കും 30 ദിവസവും MPയെയും MLAയും വികാരിയച്ഛനെയും ഉൾപ്പെടെ ഇഫ്താർ പാർട്ടിക്ക് ക്ഷണിച്ച് അവരെ ആദരിച്ച് ബഹുമാനിച്ചു വിടുന്ന പാരമ്പര്യമാണ് ഈ മഹത്തായ മുത്തുപേട്ട എന്ന് പറയുന്ന ഈരാറ്റുപേട്ടയ്ക്കുള്ളത്. ഇതിൻ്റെ മുഴുവൻ പ്രതിയും PC ജോർജിൽ ഞങ്ങൾ ചുമത്തുകയാണ്. PC ജോർജ് വെച്ച കെണിയിൽ സെബാസ്റ്റ്യൻ കുളത്തുകളും ആൻ്റോ ആന്റണി MPയും അകപ്പെട്ടു എന്നുള്ളതാണ് സത്യം. പക്ഷേ കടിച്ച വിഷം ഇവരെ കൊണ്ട് തന്നെ ഇവിടുത്തെ ദൈവകാരുണ്യത്താൽ ഇറക്കാൻ പറ്റി. ഇപ്പോൾ ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത കള്ളക്കേസ് 307 കേസ് ഇന്ന് വാസവൻ മന്ത്രിയുടെ അധ്യക്ഷതയിൽ കോട്ടയം കളക്ടറേറ്റിൽ ചേർന്ന പാതിരിമാരൊക്കെ ഉൾപ്പെടുന്ന ഒരു സമിതിയിൽ വെച്ച് നാളെ ആ 307 സ്ക്വാഷ് ചെയ്യുക. അപ്പം ഇത് ഇവിടുത്തെ ജനങ്ങളുടെ പ്രാർത്ഥന ഈ നാടിനെ നശിപ്പിക്കരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ദൈവം കേട്ടതിൻ്റെ പ്രതിഫലമായി
ഞങ്ങൾ കണക്കാക്കുന്നു. മേലിൽ ഇത്തരത്തിലുള്ള വർഗീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കുത്തിത്തിരിപ്പുകൾ ഈ ജനത ഒന്നടങ്കം നേരിടും എന്നും ഈ അവസരത്തിൽ സൂചിപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈരാറ്റുപേട്ട നഗരസഭയുടെ കീഴിലുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് പൂഞ്ഞാർ സെൻറ് ആന്റണീസ് ചർച്ചിൽ നടത്തിയ ഒരു വിഷയത്തിൽ ഇന്നലെ അതിനൊരു പര്യവസാനം ഏകദേശം ഉണ്ടാക്കി എടുക്കുവാനായിട്ട് സാധിച്ചു. ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെയും കളക്ടറുടെയും കൂടാതെ MP MLA ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ പേരൻസ് ഉൾപ്പെടെയുള്ളവരുടെ ഒരു മധ്യസ്ഥ ചർച്ചയിൽ വെച്ച് പ്രശ്നത്തിന് പരിഹാരമാകുകയും ഏകദേശം പരിഹാരമാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പള്ളിയിൽ നിന്നുള്ള പൂഞ്ഞാർ സെൻറ് ആന്റണീസ് ചർച്ചിൽ നിന്നുള്ള വികാരിയച്ഛന്മാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. +2 പരീക്ഷ എഴുതാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികളെയാണ് അവരുടെ ഭാവി പോലും നോക്കാതെ അധികാരികൾ വധശ്രമത്തിന് കേസെടുത്ത് ജയിലിൽ അടച്ചിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും ഒരു ഈരാറ്റുപേട്ടക്കാരി എന്ന നിലയിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് എൻ്റെ ആവശ്യം. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 23 വെള്ളിയാഴ്ച 12:30 ഈരാറ്റുപേട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൂട്ടം +2 വിദ്യാർത്ഥികളുടെ ഫെയർവെൽ ആഘോഷം നടന്നത്. സ്കൂളിൽ നടന്ന ആഘോഷങ്ങൾക്കു ശേഷം കുട്ടികൾ സമീപത്തെ വെള്ളച്ചാട്ടത്തിലെത്തിയും മറ്റും ഫോട്ടോഷൂട്ട് നടത്തി. ഇതിനുശേഷമാണ് 4 കിലോമീറ്റർ അകലെയുള്ള പൂഞ്ഞാർ പള്ളി ഗ്രൗണ്ടിലെത്തിയത്. കാറുകളിലും ബൈക്കുകളിലുമായി എത്തിയ വിദ്യാർത്ഥികൾ കാർ റേസിംഗും മറ്റും നടത്തി വീഡിയോ ഷൂട്ട് നടത്തുകയായിരുന്നു. ബഹളം കേട്ടെത്തിയ അസിസ്റ്റന്റ് വികാരി ഗ്രൗണ്ടിൽ നിന്ന് പോവാൻ പറഞ്ഞെങ്കിലും ആദ്യമൊന്നും കുട്ടികൾ തയ്യാറായില്ല. പിന്നീട് ഗേറ്റ് അടക്കാൻ അസിസ്റ്റന്റ് വികാരി ശ്രമിച്ചതോടെ ധൃതിപ്പെട്ട് വാഹനങ്ങളുമായി കവാടം കടക്കുന്നതിനിടെയാണ് ഒരു ബൈക്കിന്റെ ഗ്ലാസ് തട്ടി അസിസ്റ്റന്റ് വികാരിയുടെ കണ്ണട താഴെ വീണ് പൊട്ടിയതെന്ന് നാട്ടുകാർ പറയുന്നു. മാത്രമല്ല അസിസ്റ്റന്റ് വികാരി സിവിൽ വേഷത്തിൽ ആയതിനാൽ കുട്ടികൾക്ക് മനസ്സിലായിട്ടുമില്ലായിരുന്നു. തുടർന്ന് അദ്ദേഹം പൂഞ്ഞാർ PHCയിൽ ചികിത്സ തേടി വന്നപ്പോഴും പ്രശ്നം വഷളായിരുന്നില്ല. വൈകിട്ട് 4:30 PC ജോർജ് ഉൾപ്പെടെയുള്ളവരുടെ നിർദ്ദേശപ്രകാരം പള്ളിയിലെ കൂട്ടമണിയടിച്ച് എന്തോ അപകടം സംഭവിച്ചെന്ന രീതിയിൽ പ്രചരിപ്പിച്ചതോടെയാണ് ചിത്രം മാറുന്നത്. ഒരു സംഘം ക്രിസ്തുമത വിശ്വാസികൾ റോഡ് ഉപരോധിക്കുകയും മുസ്ലിം തീവ്രവാദികളുടെ ആക്രമണമായി പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സംഘപരിവാരം കിണഞ്ഞു ശ്രമിച്ചിട്ടും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാവാത്തതിനാൽ ഈയിടെയായി കാസ പോലുള്ള ക്രിസ്ത്യൻ വിദ്വേഷ സംഘങ്ങളെ കൂട്ടുപിടിച്ച് മുസ്ലിം വിദ്വേഷം വളർത്താൻ ശ്രമിക്കുന്നതായി ആക്ഷേപം ശക്തമായിരുന്നു. ഈരാറ്റുപേട്ട സംഭവവും അതിലേക്കു തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. മന്ത്രി വാസവന്റെ നേതൃത്വത്തിൽ സമാധാന സമിതി യോഗം ചേർന്ന് സമാധാനം നിലനിർത്താൻ ആഹ്വാനം ചെയ്യുകയും കുട്ടികൾക്കെതിരായ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പുനഃപരിശോധിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തത് സ്വാഗതാർഹമാണ്. എന്നാൽ നിസ്സാര സംഭവത്തെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ച ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെയുള്ളവർക്കെതിരെ യാതൊരു നടപടിയും എടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നത് ഖേദകരമാണെന്നും പറയാതിരിക്കാനാവില്ല.